ചാറ്റ് എന്റെ ഇതിൽ നിന്നാണ് പോയത്. എന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് പോയിട്ടുള്ളത്. ഞാൻ 2018 ഓപ്പൺ ചെയ്ത എന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് ചാറ്റ് പോയിട്ടുള്ളത്. പക്ഷെ ഞാൻ കയറി നോക്കുമ്പോൾ അത് ബ്ലോക്ക്ഡ് ആണ്. അപ്പൊ നീ കയറി നോക്കുമ്പോൾ അത് ബ്ലോക്ക്ഡ് ആണ്. നീ എന്തുകൊണ്ട് കംപ്ലൈന്റ് ചെയ്തില്ല? ഇത്രയും ഒരു സീരിയസ് അലിഗേഷൻ നിനക്കെതിരെ വന്നിട്ട് നീ എന്തുകൊണ്ട് കംപ്ലൈന്റ് ചെയ്യുന്നില്ല? നിനക്കറിയാമോ പോക്സോ കേസ് എന്താന്ന്? ജാമ്യം പോലും ഇല്ല. ആ പെങ്കൊച്ചിന്റെ അടുത്ത് ഇതുപോലൊരു സാധനം ഇട്ടുകൊടുത്താൽ പോക്സോ പോലും വേണ്ട. നമ്മുടെ പെർമിഷൻ ഇല്ലാതെ നമ്മുടെ ഇൻബോക്സിലേക്കോ നമ്മുടെ വാട്സപ്പിലേക്കോ സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസോ ഫോട്ടോസോ അല്ലെങ്കിൽ ആ ധ്വനിയിൽ സംസാരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ക്രൈം വേറെയാണ്, ജാമ്യമില്ലാതിന്. സാധാരണ പോലീസ് സ്റ്റേഷൻ ജാമ്യം കിട്ടും, നേരെ കോടതി കൊണ്ടുപോയേ ജാമ്യം എടുക്കാൻ പറ്റുള്ളൂ. ജാമ്യം കിട്ടില്ല. അതാണ് അവസ്ഥ. അറിയോ? ആരോട് പറയാം? അത് അവൻ അയച്ചതല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും ഇഷ്യൂ ആയ സ്ഥിതിക്ക് അവനൊരു കംപ്ലൈന്റ് കൊടുക്കാം. മുമ്പ് കൊടുക്കാത്തത് കുഞ്ഞാറ്റ അറിയുന്നുള്ളത് കൊണ്ട് ഞാൻ സമ്മതിച്ചു. നീ ഇപ്പൊ കൊടുക്കും. നീ ഇപ്പം ആ പെണ്ണിനെതിരെ ധൈര്യമായിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കും. നിന്നെ ഞങ്ങൾ വിശ്വസിച്ചു. അങ്ങനെ അല്ലാതെ അവനെ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? നീ ആ പെൺകുട്ടിക്കെതിരെ ഒരു കംപ്ലൈന്റ് കൊണ്ട് കൊടുക്കും. ആ പെൺകുട്ടിയും വന്ന് പറയട്ടെ, നീയും നിന്റെ ഇത് ഹാക്ക് ചെയ്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, അവൾ ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ പെങ്കൊച്ചിനെതിരെ നീ ഒരു പരാതി കൊടുക്കും. എനിക്കെതിരെ അല്ല, ആ പെങ്കൊച്ചിനെതിരെ കൊണ്ടുകൊടുക്കും. എനിക്കെതിരെ കൊടുത്ത പില്ലാണ്, താഴത്തെ കൂടെയാണ്. നീ കൊണ്ടു കൊടുക്കുക ആ കൊച്ചിനെതിരെ. അപ്പൊ അതുവരെ കുടിച്ച് കൂത്തടിച്ച് നടക്കുന്ന നിനക്ക് എന്തിനാ കൂട്ടുകാര്? നീ കള്ളം കുടിച്ച് ബോധം കിട്ടി നടക്കുന്ന നിനക്ക് എന്തിനാ കൂട്ടുകാര്? കൂട്ടുകാരൊക്കെ ഉണ്ട്, അത് നീ പറയണ്ട. നീ ഇപ്പം പറഞ്ഞ ഞാൻ ഇപ്പോഴും കോൺടാക്ട് ചെയ്യുന്നു, ഞാൻ ഇപ്പോഴും മിണ്ടുന്നുണ്ട്, ഇതെന്റെ സുഹൃത്താണ്. എല്ലാം കൂടെ ടാലി ആവുന്നില്ലല്ലോടാ കട്ടപ്പ. അതെങ്ങനെയാണ് ടാലി ആവുന്നത്? നീ പറയണേ എനിക്ക് ആരുമില്ല. ഞാൻ ഇപ്പോഴും അവനോട് സംസാരിച്ചിട്ട് വെച്ചതേ ഉള്ളൂ. അതെന്റെ കൂട്ടുകാരനാണ്, അതെന്റെ സുഹൃത്തിന്റെ സുഹൃത്താണ്. സുഹൃത്തിന്റെ സുഹൃത്ത് വരെ നിനക്കുണ്ട്. പിന്നെ നീ എന്തിനാ കള്ളം പറയുന്നേ? അവളെന്താ പിടിച്ച് വിലക്കിയാ? നിന്നെ അവിടെ പിടിച്ചിട്ടാ? നീ എന്റെ ടോക്സിക് നാർസിസ്റ്റ് പേഴ്സണാലിറ്റി കേൾക്കണ്ടേ? അതും കേൾക്കാം. പിന്നെന്താ നിന്റെ വീട് വൃത്തിയാക്കാനും നിനക്കുള്ള കാര്യങ്ങൾ ചെയ്യാനും. ആരാടാ പറഞ്ഞത് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത് നിന്റെ തുണി അലക്കാനാണെന്ന്? നിന്റെ തുണി അലക്കാനാണോ അവളെ കൊണ്ടുവന്നത്? അതൊരു വ്യക്തിയാണ് എന്ന് ഈ മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓരോ പെൺകുട്ടിയും മനസ്സിലാക്കേണ്ട, നീ എന്നത് വ്യക്തിയാണ്. നീ ആരുടെ അടിമയല്ല. നീ ആർക്കും ജോലിക്കല്ല അങ്ങോട്ട് ചെന്ന് കയറുന്നത്. ഒരു സർവീസ് നിന്റെ അടുത്തൊന്നും വേണ്ട. നീ നിന്റെ വീട്ടിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കണം അവിടെ. ഒരു മാറ്റവും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. മാറി കൊടുക്കരുത്. നിങ്ങൾ നിങ്ങളെ മാറ്റാൻ നിൽക്കരുത്. എന്തിനു മാറ്റണം? നിങ്ങൾ എങ്ങനെയാണോ